ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ശ്രീകൃഷ്ണാവതാരം ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അവതാര ദിനത്തിലെ നക്ഷത്രം ബ്രഹ്മദേവതാകമായ രോഹിണിയാണ്. രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം. അശ്വിന്യാദി നക്ഷത്രങ്ങളും സൂര്യാദി ഗ്രഹങ്ങളും മറ്റു താരകങ്ങളും ശാന്തരായി സ്ഥിതി ചെയ്യുന്ന സമയത്ത്, ദുഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കാതെ അന്യോന്യം അനുകൂലിക്കുന്ന സ്ഥിതിയിലുള്ള ആ സമയത്ത് ദിക്കുകളൊക്കെ തെളിഞ്ഞു, ആകാശം നക്ഷത്രശോഭിതമായി, ഭൂമി മംഗലപദാർത്ഥങ്ങൾ നിറഞ്ഞ പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും ഗോകുലങ്ങളോടും സ്വർണരത്നാദികൾ നിറഞ്ഞ ഖനികളോട് കൂടിയതും ആയിത്തീർന്നു. നദികളാണെങ്കിൽ തെളിഞ്ഞ നീരൊഴുക്കി മന്ദമന്ദം ഒഴുകിക്കൊണ്ടിരുന്നു. പൊയ്കകളെ താമരപ്പൂക്കൾ കൊണ്ട് വിടർന്ന് ശോഭിച്ചു. കാടുകൾ തേൻ നുകരുന്ന വണ്ടുകളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും നിറഞ്ഞു. സുഗന്ധവാഹിനിയായ കുളിർകാറ്റ് എങ്ങും പരന്നു. ബ്രാഹ്മണ ഭവനങ്ങളിലെ ആഹവനീയം മുതലായ അഗ്നികള് ശാന്തമായി ജ്വലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കംസനെ പോലുള്ള ദുഷ്ട ആളുകളുണ്ടല്ലോ, അപ്പോൾ ഈ ദുഷ്ടന്മാര് അല്ലാത്ത സജ്ജനങ്ങള് ശാന്തമാനസരായി. ഭഗവാന്റെ അവതാരം ആസന്നമായി തീർന്നപ്പോ ദേവന്മാര് ദുന്ദുഭിവാദ്യം മുഴക്കി. കിന്നരന്മാരും ഗന്ധർവന്മാരും പാടിക്കൊണ്ടിരുന്നു. സിദ്ധന്മാരും ചാരണന്മാരും സ്തുതിച്ചുകൊണ്ടിരുന്നു. വിദ്യാധരികളും അപ്സരസ്സുകളും നൃത്തം വെച്ചുകൊണ്ടിരുന്നു. മുനിമാരും ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി. മേഘങ്ങളും സാഗരങ്ങളും മന്ദമായി മുരണ്ടു. ഈ വിധം എല്ലാ സാഹചര്യവും അനുകൂലമായിട്ടുള്ള സമയത്ത് കിഴക്ക് ദിക്ക് ചന്ദ്രനെ എന്ന വിധം ദേവകീദേവിയിൽ ഭഗവാൻ ദേവസ്വരൂപനായ അവതരിച്ചു. സകല പാപങ്ങളും നശിക്കുവാൻ പോന്നതായിരുന്നു ആ തൃക്കണ്ണുകൾ. ശംഖുചക്ര ഗദാപത്മം എന്നിവ ചേർന്ന ചതുർബാഹുവായ ഭഗവാന്റെ മാറിൽ ശ്രീവത്സാംഗവും കഴുത്തിലെ കൗസ്തുഭരത്നവും അരയിൽ മഞ്ഞപ്പട്ടും അരഞ്ഞാണവും ശോഭിച്ചിരുന്നു. വിശിഷ്ടരത്നങ്ങൾ പതിച്ച സ്വർണ്ണ കിരീടമണിഞ്ഞതാണ് ശിരസ്. കാതിൽ കനകകുണ്ടലം വിളങ്ങുന്നു. അഴകാർന്നതാണ് അളകാവലി. ഈ മട്ടിൽ പ്രത്യേകം വിളങ്ങുന്നതായിരുന്നു ഭഗവാന്റെ തിരുവുടൽ. സ്മരണം കൊണ്ട് തന്നെ സകല പാപങ്ങളും തീർത്തരുളുന്ന സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തൻ്റെ മകനായി അവതരിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ വസുദേവൻ സന്തോഷാബ്ദിയിൽ ആറാടി. പെട്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് അനേകം പശുക്കളെ ദാനം ചെയ്യാൻ നിശ്ചയിച്ചു. അതിനുശേഷം നിർഭയനും വിനീതനുമായി തൊഴുത് പ്രസൂതിഗൃഹത്തിലെ പ്രകാശം പരത്തുന്ന പരാൽപരനായ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആനന്ദരൂപനും സർവസാക്ഷിയുമായ അവിടുന്ന് പ്രകൃതിക്കതീതനായ പുരുഷോത്തമനാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നു. മുമ്പ് അവിടുന്ന് യോഗമായ വൈഭവം കൊണ്ട് ത്രിഗുണ പരിണാമമായ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചു. അതിൽ പ്രവേശിക്കാതെ തന്നെ പ്രവേശിച്ചവനെ പോലെ നിലകൊണ്ടു. മഹത്തത്വം, അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം
ഇങ്ങനെ 7 വെവ്വേറെ നിൽക്കുമ്പോൾ ഓരോന്നിൻ്റെയും കരുത്ത് ഓരോ വിധത്തിലായിരിക്കും. ഈ അവസ്ഥയിൽ വിശിഷ്ട കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള കരുത്ത് അവയ്ക്കുണ്ടാവുന്നില്ല. അപ്പം എന്താ ചെയ്യുക? പഞ്ചീകരണം വഴി പൃഥിവ്യാധികളും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ 16 തത്വങ്ങളും കൂടി അതിൽ ചേരും. അവയോടുകൂടി മുമ്പ് പറഞ്ഞ 7 തത്വങ്ങളും ചേർന്ന് വിരാട് എന്ന ബ്രഹ്മാണ്ഡം ഉണ്ടായിത്തീർന്നു. ഈ ബ്രഹ്മാണ്ഡം ഉണ്ടായിത്തീർന്ന ശേഷം ആ തത്വങ്ങൾ ബ്രഹ്മാണ്ഡത്തിൽ തന്നെ ചേർന്നു. അങ്ങനെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യഭൂതമായ ബ്രഹ്മാണ്ഡത്തിൽ കാരണഭൂതങ്ങളായ തത്വാദികൾ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ നിലനിൽക്കുന്നതിനാൽ അനുപ്രവേശിച്ചവയെന്ന് പറയാനാവില്ല. കാരണം ഉപാദാന കാരണത്തോടു കൂടി തന്നെ കാര്യരൂപത്തെ അംഗീകരിക്കുന്നത് സാധാരണ രീതിക്കനുസരിച്ചാകയാൽ കാര്യോൽപ്പത്തിക്ക് ശേഷം കാരണത്തിൻ്റെ അനുപ്രവേശം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല. മണ്ണായിരിക്കുന്ന കുടം ഉണ്ടായിത്തീർന്ന ശേഷവും മണ്ണ് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ബ്രഹ്മാണ്ഡത്തിലെ മഹാഭൂതങ്ങൾ പ്രവേശിച്ചു എന്ന് പറയുന്നത്. ഈ മട്ടിൽ ബുദ്ധി കൊണ്ട് സങ്കല്പിക്കാൻ കഴിയുന്ന ലക്ഷണങ്ങളോട് കൂടിയവനും ഗുണങ്ങളും ആയി ചേർന്നിരിക്കുന്നവനുമാണ് എങ്കിലും ഗുണബന്ധമില്ലാത്തവനും സർവസ്വരൂപനും സർവാത്മകനും സർവവ്യാപിയുമായ അങ്ങയ്ക്ക് ആവരണങ്ങളില്ലാത്തതിനാൽ അകം പുറം എന്നീ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നില്ല. കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ആത്മാവിൻ്റെ ശക്തി നിമിത്തം കാര്യരൂപമായ ദേഹാദികൾ ആത്മാവിനെ കൂടാതെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നവര് മൂഢന്മാരാണ്. ഹേ സർവജ്ഞ, ഗുണാതീതനും നിഷ്ക്രിയനും നിർവികാരനുമായ അങ്ങയിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. വേദം എന്ന് വെച്ചാൽ അറിവ്. ഈ ഭൂതങ്ങൾ അങ്ങയിൽ നിന്ന് ഉത്ഭവിക്കുകയും അങ്ങയിൽ തന്നെ നിലനിൽക്കുകയും അങ്ങയിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ലോകം എങ്ങും സകർത്തൃകമാണോ അതോ അകർത്തൃകമാണോ നിറഞ്ഞു കാണുന്ന ബ്രഹ്മാണ്ഡം അങ്ങ് തന്നെയാകയാൽ വികാരരഹിതനെന്ന് സങ്കല്പിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. സർവശക്തനായ അവിടുന്ന് സൃഷ്ടികർത്താവാണ്. അങ്ങയിൽ നിന്ന് വേർപെട്ടതായി ഒരു ലോകവും ഇല്ല. അവിടുന്ന് ബ്രഹ്മാണ്ഡത്തിൻ്റെ രക്ഷയ്ക്കായി യോഗമായയാൽ ശുക്ലവർണം സ്വീകരിക്കുന്നു. സൃഷ്ടി നടത്തുമ്പോൾ രജോ ഗുണപ്രധാനമായ രക്തവർണവും നാശം വരുത്തുമ്പോൾ തമസ്സുകൊണ്ട് കൃഷ്ണവർണവും സ്വീകരിക്കുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര, അവിടുന്ന് ലോക സംരക്ഷണത്തിനായി എൻ്റെ ഗൃഹത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നു. ലോകോപദ്രവകാരികളും അസുരാംശജരുമായ രാജാക്കന്മാരെ നാലുപാടും നിയോഗിച്ചു നിർത്തിയിട്ടുള്ള സേനകളെ അവിടുന്ന് ഇല്ലാതാക്കി ഭൂഭാരം തീർക്കുന്നതാണ്. കഠിനഹൃദയനാണ് കംസൻ. അങ്ങയ്ക്ക് മുമ്പായി പിറന്ന ഞങ്ങളുടെ മക്കളായ 6 പേരെ ആ കഠിനഹൃദയനായ കംസൻ നിഷ്കരുണം കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ ആ ദുഷ്ടൻ കാവൽക്കാരായി നിർത്തിയിട്ടുള്ളവരെ അവനെ കണ്ട് വിവരമറിയിച്ചാൽ ആ നിമിഷം അവൻ വാളുമേന്തി ഇവിടെ ഓടിയെത്തും. വസുദേവന്റെ സ്തുതി അവസാനിച്ചപ്പോൾ മഹാവിഷ്ണു തനിക്ക് മകനായി പിറന്നിരിക്കുന്നു എന്നറിഞ്ഞ ദേവകി ഇതുവരെ കംസനെ പേടിച്ച് കഴിയുകയായിരുന്നു. എങ്കിലും ഇനിമേൽ ആ ഭയം വേണ്ടെന്ന് നിശ്ചയിച്ച്
സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചു. ഇന്ദ്രിയാതീതനും സർവന്തര്യാമിയും ആദികാരണനും സ്വയം പ്രകാശകനും ഗുണരഹിതനും മാറ്റങ്ങൾക്ക് വിധേയനല്ലാത്തവനും നാശമേൽക്കാത്തവനും ദേവമാനുഷഭേദം ഭവിക്കാത്തവനും ക്രിയാരഹിതനുമായ രൂപത്തെ വേദം വർണ്ണിക്കുന്ന മട്ടില് പ്രകാശിപ്പിക്കുന്നവനും ആവരണങ്ങളില്ലാത്തവനുമായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് അവിടുന്ന്. ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമായ ദ്വിപരാർദ്ധകാലം കഴിയുമ്പോൾ ചരാചരാത്മകമായ പ്രപഞ്ചം നശിക്കും. അപ്പോൾ ലോകകാരണമായിരിക്കുന്ന പൃഥിവ്യാദി മഹാഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളും ഭൂതങ്ങൾക്ക് കാരണമായിട്ടുള്ള അഹങ്കാരതത്വത്തിൽ ലയിക്കും. ഈ അഹങ്കാരതത്വം മഹത്തത്വത്തിൽ ലയിക്കും. മഹത്തത്വം അവ്യക്തമെന്ന പ്രധാനത്തിലും ലയിക്കും. ഒടുവിലോ ആ പ്രധാനം അങ്ങയിലും ലയിക്കും. ഈ അവസ്ഥാന്തരങ്ങൾക്കെല്ലാം കാരണം കാലമാണ്. പ്രധാനത്തിൽ എല്ലാം ലയിച്ചു കഴിഞ്ഞാൽ യോഗനിദ്ര കൊള്ളുന്ന അങ്ങയെ മായ ഉണർത്തും. ഇത് നടക്കുന്നതും അവിടുത്തെ നിർദ്ദേശനിമിത്തമാണ്. ഭഗവാൻ അറിയാണ്ട് ഒരു കാര്യവും നടക്കണില്ല. ഇതാ എല്ലാം അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നടക്കണത്. ലോകത്തെ വീണ്ടും സൃഷ്ടിച്ചും പരിപാലിച്ചും സംഹരിച്ചും ക്രീഡിക്കുന്ന ഭഗവാനെ അവ്യക്തരൂപ, നിമിഷം മുതൽ സംവത്സര പര്യന്തമുള്ള കാലം ആവർത്തിച്ച് ദ്വിപരാർത്ഥം വരെ എത്തിക്കുന്നതും അവിടുത്തെ ശക്തിവിശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെയും നിയന്താതാവായ നിന്തിരുവടിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. മരണഭയത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി പലരും പല ലോകങ്ങളിലും അലഞ്ഞു തിരിയുന്നു. പക്ഷേ മരണമില്ലാത്ത ഒരു ലോകവും ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒടുവിലെ യാദൃച്ഛികമായി ചിലര് അവിടുത്തെ പാദങ്ങൾ സ്മരിക്കുന്നു. അങ്ങനെ അവിടുത്തെ പ്രീതിക്ക് പാത്രമായി തീരുന്നു. അതോടെ ആനന്ദ അനുഭൂതി വന്നുകൂടുകയും ചെയ്യുന്നു. ഈ സംസാര ദുഃഖം അകറ്റുന്നവനും ആശ്രിതരക്ഷകനുമായ ഭഗവാനെ, അവിടുന്ന് കംസനിൽ നിന്നും ഭയം കൊണ്ടിരിക്കുന്ന ഞങ്ങളെ രക്ഷിച്ചാലും യോഗികള് ധ്യാനം കൊണ്ട് മാത്രം അറിയുന്ന ഈ ദിവ്യസ്വരൂപം സാധാരണക്കാരുടെ കാഴ്ചയിൽ പെടുന്നതത്രേ. അല്ലയോ മധുസൂദന, അവിടുന്ന് എൻ്റെ മകനായി പിറന്ന വിവരം പാപിയായ കംസൻ അറിയാൻ ഇടവരരുതേ. ചപലബുദ്ധിയായ അവനിൽ നിന്ന് അനർത്ഥം സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദേവകിയുടെ ഒരു സങ്കടമാണേ ഇവിടെ പറയണത്. ഹേ വിശ്വരൂപ, ഭൂമിയിലെ സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്ത ഈ ദിവ്യ സ്വരൂപം ഒന്ന് മാറ്റണേ ഭഗവാനെ. ലോകസാധാരണമായ രൂപം അങ്ങ് കൈക്കൊള്ളണേ. പ്രളയകാലത്ത് ബ്രഹ്മാണ്ടങ്ങൾ അങ്ങയുടെ കുക്ഷിയിൽ ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഗർഭത്തിൽ ജാതനായി എന്നത് തന്നെ പരിഹാസ കാരണമായി തീർന്നേക്കാം. ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ദേവകിയോട് പറഞ്ഞു, ഹേ സതീ, 3 ജന്മങ്ങൾക്ക് മുമ്പ് സ്വയംഭൂമനുവിൻ്റെ കാലത്ത് ഭവതി പൃശ്നിയും വസുദേവര് സുതപസ് എന്ന പ്രജാപതിയുമായിരുന്നു. ആ കാലത്ത് ബ്രഹ്മാവ് നിങ്ങളോട് പ്രജകളെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് തപസ് അനുഷ്ഠിച്ചു. മഴ, കാറ്റ്, വെയില്, മഞ്ഞ്, ഉഷ്ണം ഇവയൊക്കെ സഹിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്തുകൊണ്ട് രാഗാദി ദോഷങ്ങളില്ലാതാക്കിയാണ്
തപസ് തുടർന്നത്. ആ സമയത്ത് ഉണങ്ങിയ ഇലകളും വായുവും മാത്രമായിരുന്നു നിങ്ങളുടെ ആഹാരം. മാത്രമല്ല, എന്നിൽ തന്നെ സമർപ്പിച്ച മനസ്സും എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരുമെന്ന വിശ്വാസവും ഉള്ളവരായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും അന്ന് ധ്യാനം തുടർന്നത്. ആ തപസ് 12,000 ദിവ്യ സംവത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. അതുവഴി നിങ്ങളിൽ സന്തോഷം വളർന്നു. ഒടുവിൽ എൻ്റെ ദിവ്യരൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? എന്നെപ്പോലുള്ള ഒരു പുത്രൻ ജനിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ഈ വിഷയസുഖങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തവരാകയാൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം കൈവന്നില്ല. ആ നിങ്ങൾ എൻ്റെ മായയാൽ മോഹിതരായി മോക്ഷഗതി പോലും എന്നിൽ നിന്ന് വരം ചോദിച്ചു വാങ്ങിയതും ഇല്ല. ഞാൻ അന്തർധാനം ചെയ്തപ്പോൾ എനിക്ക് തുല്യനായ മകൻ നിങ്ങൾക്കുണ്ടാകണമെന്ന വരം നേടിയ നിങ്ങൾ മനോരഥം സഫലമായതോർത്ത് സന്തോഷിച്ചു. പിന്നീട് പുത്രലാഭത്തിന് ഉപകരിക്കുന്നതും പുത്ര പരിപോഷണത്തിന് ആവശ്യമായതുമായ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് സദൃശനായി മറ്റൊരാളെയും ഞാൻ കണ്ടില്ല. അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി ജനിച്ചു. വൃഷ്ണി ഗർഭൻ എന്നായിരുന്നു അന്ന് എൻ്റെ പേര്. പിന്നീട് നിങ്ങൾ രണ്ടുപേരും അതിഥിയായിട്ടും കശ്യപനായിട്ടും ജനിച്ചു. അന്നും ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നു. ഇന്ദ്രൻ്റെ സഹോദരൻ എന്ന അർത്ഥമുള്ള ഉപേന്ദ്രൻ എന്നും, ഉയരം കുറവായിരുന്നതിനാൽ വാമനൻ എന്നും അന്നെനിക്ക് നാമമുണ്ടായി. ഇപ്പോഴത്തേത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മമാണ്. അതിഥിയും കശ്യപനുമായിരുന്ന നിങ്ങൾ ഇപ്പോൾ ഈ നിലയിൽ പിറന്നിരിക്കുന്നു. ഈ പ്രാവശ്യവും നിങ്ങൾക്ക് അന്ന് കാണിച്ച സ്വരൂപം കാണിച്ചു തന്ന് പുത്രഭാവം കൈക്കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ഇപ്പോൾ ഇവിടെ വിവരിച്ചു പറഞ്ഞത്. പൂർവജന്മത്തിലും ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ രൂപം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നേരെ മറിച്ച് കേവലം മനുഷ്യരൂപമെടുത്താണ് ഞാൻ പിറന്നിരുന്നതെങ്കിലോ ഇപ്പോൾ പിറന്നിട്ടുള്ളത് പൂർവജന്മത്തിൽ പിറന്ന ഞാൻ തന്നെയാണെന്ന അറിവ് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ലല്ലോ. എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ശരീരനാശത്തിനു ശേഷം പരമപദം പ്രാപിക്കും. നിങ്ങൾ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി യശോദയ്ക്ക് അരികിൽ കിടത്തണം. യശോദയിൽ പിറന്ന എൻ്റെ മായയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുക. ഈ പ്രകാരം എല്ലാം ഭഗവാൻ പറഞ്ഞ ശേഷം വിഷ്ണു ഭഗവാൻ മൗനം ഭഞ്ജിച്ചു. തൻ്റെ മായയാൽ അവിടെ ഒരു ശിശു രൂപം പൂണ്ടു ശയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വസുദേവൻ ഭഗവാന്റെ പ്രേരണയനുസരിച്ച് പുത്രനെ എടുത്ത് പുറത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ സമയം ഗോകുലത്തിലെ നന്ദഗോപപത്നിയായ യശോദയിലെ ഭഗവൻ മായയായ ഒരു പെൺകുഞ്ഞ് പിറന്നു. യോഗമായയുടെ അചിന്ത്യ വൈഭവം നിമിത്തം വസുദേവൻ പുറപ്പെട്ട സമയം പാറാവുകാരെല്ലാം നല്ല ഉറക്കത്തിലായി. അതേവിധം നഗരവാസികളും എല്ലാവരും നല്ല നിദ്രയിലാണ്. അർദ്ധരാത്രി സമയമാണ്. ചന്നം പിന്നെ മഴ പെയ്യുന്നുണ്ട്.
കുറഞ്ഞ ഇടി മുരളുന്നുണ്ട്. മഴ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിൽ വസുദേവർ കുഞ്ഞിനെ എടുത്തു കൊണ്ട് വാതിൽക്കലേക്ക് എത്തി. എല്ലാം താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ദേവകിയെയും വസുദേവരെയും ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുകയാണ്. അടഞ്ഞു കിടന്ന വാതിലുകളതാ താനേ തുറക്കുന്നു. സൂര്യന് മുന്നിൽ ഇരുട്ടെന്ന വിധം എല്ലാ പ്രതിബന്ധങ്ങളും താനേ പൊലിഞ്ഞു. മേഘങ്ങൾ മന്ദമന്ദം മുരണ്ടു. ചന്നം ഭിന്നം മഴ വർഷിച്ചു. ആദിശേഷൻ ഭഗവാൻ മഴ കൊള്ളാതിരിക്കാൻ തൻ്റെ പത്തി വിടർത്തി കുടയായി വസുദേവരുടെ പിന്നിൽ നടകൊണ്ടു. ഇന്ദ്രൻ തുടരെ തുടരെ മഴ പെയ്യ്ക്കുകയാൽ ജലരാശിയുടെ വേഗത വർദ്ധിച്ച് തിരമാലകൾ ഉയർന്നു. ഭയാനകമായ ചുഴികളുണ്ടായി. ആ മട്ടിലായിരുന്നു യമുനാ നദി. 3 യമുനാ നദിയുടെ അടുത്തേക്ക് എത്തിയതും മുമ്പ് സീതാപതിക്ക് സാഗരം വഴി മാറിയതുപോലെ ശ്രീരാമചന്ദ്രന് വഴി മാറിക്കൊടുത്തില്ലേ സമുദ്രം? അതേപോലെ മുമ്പ് സീതാപതിക്ക് സാഗരം വഴി നൽകി കൊടുത്തതുപോലെ യമുനാ നദി വാസുദേവർക്ക് വഴി മാറിക്കൊടുത്തു. വാസുദേവൻ നന്ദ ഗോകുലത്തിൽ എത്തി. അവിടെ ഉള്ളവരാരും തന്നെ വസുദേവരെ ചെന്നതറിഞ്ഞില്ല. യോഗമായാ വൈഭവത്താൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. യശോദയ്ക്ക് അരികിൽ താൻ കൊണ്ടുചെന്ന കുഞ്ഞിനെ കിടത്തി. യശോദയുടെ മകളായ യോഗമായ ദേവിയെ വസുദേവർ എടുത്ത് മെല്ലെ പുറത്തേക്ക് കടന്നു. ഇതാരും തന്നെ അറിഞ്ഞില്ല. യശോദ താനൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നല്ലാതെ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും അറിയാതെ വണ്ണം മയക്കത്തിലായിരുന്നു. യശോദ മാത്രമല്ല, അവൾക്കരികിലുള്ള സേവകരും ഇതേപോലെ മയക്കത്തിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ വസുദേവർ ഉണ്ണിക്കണ്ണനെ യശോദയുടെ അടുത്ത് കിടത്തി. മായാദേവിയായ ഭഗവതിയെ എടുത്തുകൊണ്ട് കംസന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. ശ്രീകൃഷ്ണാവതാരം കഥ ഇവിടെ ശ്രീകൃഷ്ണ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ കഥ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ധ്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.
ഹരി ഓം. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.